ആത്മവിശ്വാസത്തോടെ എൻഗ്ലക്സ് ആർ എൻ പാസ്സാകുവാൻ ഒരേയൊരു വാക്ക് ആപ്പിൾ ആർ എൻ ക്ലാസ്സസ്. ലഹരിയുള്ള സിനിമകളിൽ അഭിനയിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ശക്തമായ ഒരു തീരുമാനമാണ്. കുറെ സിനിമകളൊക്കെ നഷ്ടമാകുമെന്നുള്ള പേടി വിൻസിയിലില്ലേ? ഇനീഷ്യലി ഭയങ്കര ഫിയർ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ നിന്നാലാണ് സിനിമകൾ നമ്മൾ കിട്ടുക, എങ്ങനെ നിന്നാലാണ് സിനിമകൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോവുക, ഏതൊക്കെ ഗ്രൂപ്പിൽ കയറണം, ഏതൊക്കെ ഗ്രൂപ്പിൽ കയറണ്ട, ഇതൊക്കെ ഉണ്ടായിരുന്നു. പോകേണ്ടത് പോവുകയും ചെയ്യും, വരേണ്ടത് വരും. അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും പോയതായിട്ട് അറിവുണ്ടായോ? ഉണ്ട്. ഇപ്പം മലാപാർവതി ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല, സ്വാസികയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. റിയാക്ട് ചെയ്ത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കാരണം നമ്മൾ ബാക്കിലോട്ട് വലിയ. പക്ഷെ ഒരു പോയിന്റിൽ അതൊക്കെ പൊട്ടുമല്ലോ, പൊട്ടി കഴിയുമ്പോൾ ഈ പേടിയൊക്കെ അങ്ങോട്ട് മാറും. പിന്നെ അത് ഏറ്റെടുക്കാനായിട്ട് കുറേ പേര് ചുറ്റും കൂടിയപ്പോൾ ജസ്റ്റ് സറണ്ടർ. ഈ അടുത്തിടെ ഉണ്ടായ കാര്യങ്ങളിലൊക്കെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു മാനസികമായിട്ട്? പിന്നെ ഡെഫിനറ്റ്ലി ഡെയിലി ഇപ്പം TV ഓൺ ആക്കിയാൽ എൻ്റെ പേര് When you came to know about all these controversies and issues and everything that is spreading like wildfire, what was that first reaction that you had? See, what some issues will come, then I just left it. Then I am getting calls from the associations, film chamber, producer associations. This all. Then you're like, oh, I think it is serious. One last question regarding this controversy. What is the current state of the issue? മമ്മൂക്ക പറഞ്ഞതുപോലെ WINC എന്നാക്കുകയും ചെയ്തു വിൻസി പേര്. ആക്ച്വലി ഒരു തിരുത്തുണ്ട്, അത് മമ്മൂക്കല്ല, വേറെ ആരോ ആയിരുന്നു. എക്സ്ക്ലൂസീവ് ഫിലിം ഫെയർ അവാർഡിന്റെ വേദിയിൽ വെച്ചിട്ട് മമ്മൂക്ക, ഞാൻ മൈക്കിൽ പറഞ്ഞു മമ്മൂക്ക കാരണമാണ് എന്റെ പേര് ഞാൻ മാറ്റുന്നത്. അതെ ഞാനോ? അപ്പൊ മമ്മൂക്കല്ല എനിക്ക് അല്ല. What is the producers feel right now? So definitely I'm tensed. But it's okay. See, she is very confident. ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾ കറക്റ്റ്. ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേരിട്ട എന്താന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നു? ഇല്ല. അതെന്താ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. സൂത്രവാക്യം സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട് നായിക വിൻസി അലോഷ്യസ് ആൻഡ് പ്രൊഡ്യൂസർ ശ്രീകാന്ത്. വെൽക്കം ടു ദ ഷോ. സൂത്രവാക്യത്തിൽ എന്തൊക്കെ സൂത്രങ്ങളാണുള്ളത്? നായിക തന്നെ പറയട്ടെ. നായികയല്ല, ഒരു ക്യാരക്ടർ റോളാണ്, സപ്പോർട്ടിംഗ് ക്യാരക്ടർ റോളാണ് ഇതിലത്തെ. അത് ശരി. പക്ഷെ ഞങ്ങൾക്ക് കാണുമ്പോഴൊക്കെ വിൻസിയെ മാത്രമേ ആ സിനിമയിൽ കാണാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായി തോന്നുന്നു. സിനിമ കാണുമ്പോ എന്നെ കുറച്ചേ കാണാണ്ടോ? അത് ശരി. അപ്പൊ പ്രൊഡ്യൂസർ പറയട്ടെ, വാട്ട് ഓൾ സീക്രട്സ് ഹാവ് യു ഹിഡൻ ഇൻ ദിസ് മൂവി? In this movie, there is so many treasures hidden in this movie. It has thriller, it has family, it has comedy elements, it has everything. It looks good. It's a feel good movie. വിൻസിയെ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ശക്തമായ തീരുമാനങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കണമെന്ന് ആദ്യമേ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ കണ്ട മറ്റൊരു സത്യം എന്താ വെച്ചാൽ, ഇതിനു മുൻപ് പലതവണ വിൻസിയുടെ ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ കൂളായിട്ട് തന്നെ നടന്നു വരുന്ന വിൻസിയെ മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. ഇന്ന് നോക്കിയപ്പോൾ വിൻസിയുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ആരാണത്? അമ്മയാണോ? എന്താണ് അമ്മയും കൂടെ കൊണ്ടുവരാനുണ്ടായ ഒരു സാഹചര്യം? ഒന്നുമില്ല, ചുമ്മാ കൊണ്ടുവരാൻ തോന്നി. ഒരു മാറിയ സാഹചര്യത്തിൽ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണോ? തീർച്ചയായിട്ടും. ഈ ഉണ്ടായ കോൺട്രവേഴ്സികളൊന്നും എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് അതിന്റെ എല്ലാ ഫേസും കണ്ട ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിച്ചത്, വിൻസി ഒരിക്കലും ഒരു സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇന്ന സംഭവമാണെന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അത് ഏത് സിനിമയാണെന്നും ആരാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ ആളുകൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് ഇത് ഇന്ന ആളാണെന്നും പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് തന്നപ്പോ എന്തായിരുന്നു മനസ്സിലൂടെ പോയത്? അല്ലേ? She asked big questions. I got what she asked. She is quite sure that I would ask such questions. അല്ല, അത് നമ്മള് വിശ്വാസം അർപ്പിച്ച് ഏൽപ്പിച്ച കൈകൾ തന്നെ തിരിച്ചിട്ട് കൊത്തിയെന്ന് അറിയുമ്പോ, പക്ഷെ അത് ആരാണ് ചെയ്തെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ അന്ന് ആ സമയത്ത് ഒരാളെ ബ്ലെയിം ചെയ്തിരുന്നു, സജി നന്ദ്യാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം ചേംബറിന്റെ ആളെ. പക്ഷെ അദ്ദേഹം അല്ലായിരുന്നു ലീക്ക് ചെയ്തത്. എന്നോട് ആ ഒരു കള്ളനെ കണ്ടു കിട്ടിയെങ്കിലും നമ്മൾ പുറത്ത് പറയുന്നില്ല, അങ്ങനെയല്ലേ? അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോട്ടെ എന്നൊക്കെ. എന്തിനാണ് വേണ്ട? ഒന്നാമത്തെ നല്ല അത്യാവശ്യത്തിന് കോൺട്രവേഴ്സി ഉണ്ടല്ലോ, പിന്നെ പോട്ടെ. എന്തായാലും പുറത്താവണത് പുറത്തു വന്നല്ലോ, അതാരാന്ന്. പക്ഷെ ഇനി ഒരാള് പോലും മേ ബി, ഞാൻ എന്തായാലും ഇനി പരാതിയായിട്ട് ഞാൻ ഒരിക്കലും ഇല്ല. പക്ഷെ ലഹരിയുള്ള സിനിമകളിൽ അഭിനയിക്കില്ല എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ശക്തമായ ഒരു തീരുമാനമാണ്. അതിന് ഭയങ്കരമായിട്ടുള്ള ധൈര്യം ആവശ്യമാണ്. പക്ഷെ അപ്പൊ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചോദ്യമാണ്, കുറെ സിനിമകളൊക്കെ നഷ്ടമാകുമെന്നുള്ള പേടി വിൻസിയിലില്ലേ?
ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇല്ല. എന്ന് വെച്ചാ ഇനീഷ്യലി ഭയങ്കര ഫിയർ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ നിന്നാലാണ് സിനിമകൾ നമ്മൾ കിട്ടുക, എങ്ങനെ നിന്നാലാണ് സിനിമകൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോവുക, ഏതൊക്കെ ഗ്രൂപ്പിൽ കയറണം, ഏതൊക്കെ ഗ്രൂപ്പിൽ കയറണ്ട, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ പോകും തോറും നമുക്ക് റിയാക്ട് ചെയ്യേണ്ട ചില സ്ഥലങ്ങളുണ്ടാവും. റിയാക്ട് ചെയ്ത് നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കാരണം നമ്മൾ ബാക്കിലോട്ട് വലിയ. പക്ഷെ ഒരു പോയിന്റിൽ ഇതൊക്കെ പൊട്ടുമല്ലോ, പൊട്ടി കഴിയുമ്പോൾ ഈ പേടിയൊക്കെ അങ്ങോട്ട് മാറും. പിന്നെ അത് ഏറ്റെടുക്കാനായിട്ട് കുറേ പേര് ചുറ്റും കൂടിയപ്പോ ജസ്റ്റ് സറണ്ടർ. ആൻഡ് ഇനിയിപ്പോ പേടിയൊന്നുമില്ല. ഇതൊക്കെ ചില്ലൊന്നും അല്ല. നമ്മളിതൊക്കെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു പോവോ പോവില്ലേ എന്നുള്ളത്. ഞാനത് ആലോചിച്ചിരുന്നു. ഒരു ബാക്ക്ലാഷ് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ പോയാലും അറിയാൻ പറ്റും. ഞാൻ അഭിനയിച്ച സിനിമകൾ വളരെ ചുരുക്കമാണ്. അതിൽ തപ്പിക്കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ആളുകൾക്ക്. അപ്പൊ കണ്ടുപിടിച്ച കൂട്ടത്തിലെ ഒരു ചാട്ടവും കൂടി ആയപ്പോഴത്തേക്കും പൂർത്തിയായി. ഇറ്റ്സ് ലൈക്ക് മീഡിയ കൺക്ലൂഡ് ചെയ്തു ഇത് ഇന്ന ആളാന്നുള്ളത് കൺക്ലൂഡ് ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ഒരാൾ ഏതോ ഒരു ലീക്ക് ചെയ്തിട്ടുണ്ട്. ഒക്കെ കൂടി ആയപ്പോഴത്തേക്കും അനന്തർ ലെവൽ. പക്ഷെ ഇപ്പൊ നമ്മൾ അതിനകത്ത് നമ്മൾ ബോധേഡ് അല്ല. നമുക്കുള്ള സിനിമകൾ നമുക്ക് തീർച്ചയായിട്ടും വരുമെന്നുള്ള ആ ഒരു ധൈര്യമുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി അല്ലേ. പോകേണ്ടത് പോവുകയും ചെയ്യും, വരേണ്ടത് വരും. അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം. പോകേണ്ടത് പോകും. അത് ശരിയാണ്. അങ്ങനെ ഏതെങ്കിലും പോയതായിട്ട് അറിവുണ്ടായോ? ഉണ്ട്. അതിൽ വിഷമമൊന്നുമില്ല. ഇല്ല. അത് ലൈക്ക് ഞാൻ ഇത്രയും കാര്യങ്ങൾ കോൺട്രവേഴ്സി ആക്കണം വിചാരിച്ചിട്ടു ഞാൻ എന്റേതായിട്ടുള്ള ഒരു ശരിയുണ്ട് ഇതിന്. അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ നഷ്ടങ്ങൾ വരികയാണെങ്കിൽ ആ നഷ്ടങ്ങൾ അങ്ങനെ വരട്ടെ എന്നുള്ളതേ ഉള്ളൂ. ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് ഹാപ്പൻ. ആൻഡ് അതിന്റെ വേറൊരു ഓപ്പോസിറ്റ് സൈഡും റിയാലിറ്റിയും കൂടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂവീസ് വരുന്നുണ്ട്. അത് ഞാൻ തീർന്നു എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ്. പക്ഷെ വരുന്നുണ്ട്. അതിന് ഐ എം താങ്ക്ഫുൾ. ഈ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ മാത്രമല്ല എഫക്റ്റ് ആവുന്നത്, നമ്മുടെ വീട്ടുകാരും ഒക്കെ എഫക്റ്റ് ആവുമല്ലോ. ഏത് തീരുമാനമാണ്, നല്ല കാര്യങ്ങളിലാണെങ്കിലും മോശം കാര്യങ്ങളിലാണെങ്കിലും. അങ്ങനെ ഈ അടുത്തിടെ ഉണ്ടായ കാര്യങ്ങളിലൊക്കെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു മാനസികമായിട്ട്? പിന്നെ ഡെഫിനറ്റ്ലി ഡെയിലി ഇപ്പം ടി വി ഓൺ ആക്കിയ എന്റെ പേര് അപ്പൊ എന്ത് മനസ്സിലാക്കണം? നല്ല TRP ഉള്ള ആളാണെന്ന് മനസ്സിലാക്കണം. അല്ല, ആളല്ല, കണ്ടന്റ്. എന്തായിരുന്നു വീട്ടിലുള്ള ഇതെല്ലാം കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്നുള്ളൊരു റെസ്പോൺസ്? അവർക്ക് ഇതിനെ പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇത്ര വലിയ ഇഷ്യൂ ആയിരുന്നു എന്ന് മീഡിയാസും എല്ലാം കൂടെ ഏറ്റെടുത്തപ്പോഴാണ് അവർക്കത് അത്രയും ആയത്. അവര് ഫസ്റ്റ് ഞാൻ വീഡിയോ ഇട്ടപ്പോഴേ തന്നെ പറഞ്ഞു ഇത് ചിലപ്പോ പ്രശ്നമാവൂട്ടോ എന്ന് പറഞ്ഞു. ആരാ അങ്ങനെ പറഞ്ഞേ? അമ്മ കണ്ട പടത്തന്നെ പറഞ്ഞു. അപ്പച്ചനും പറഞ്ഞു പ്രശ്നമാവും എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഞാൻ പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഞാനൊരു അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഇത് എനിക്ക് എന്റെ ഭാഗം ക്ലിയർ ചെയ്യണല്ലോ ഇത് പറഞ്ഞു. പിന്നെ അത് എല്ലാ ചാനലിലും ന്യൂസ് ആയിട്ട് വന്നു. പിന്നെ ഇറ്റ് ബിക്കംസ് കംപ്ലൈന്റ് ആയി പോയി. അങ്ങനെ അതിന്റെ ഇടയിൽ ചടി അങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്നപ്പോഴത്തേക്കും ആ ഒരു 1 വീക്ക് ഞാൻ പിന്നെയും ഓക്കെ ആയിരുന്നു. ബിക്കോസ് എനിക്കിതിന്റെ റിയാലിറ്റി അറിയാം. അതായത് എൻ്റെ കയ്യിൽ നിന്ന് പോവാന്ന് മനസ്സിലായി. അതായത് ഇത് വേറെ ലെവലിലോട്ട് പോവാന്ന് മനസ്സിലായി. പക്ഷെ ഐ ക്യാൻ ഹാൻഡിൽ. ബിക്കോസ് എനിക്ക് എൻ്റെ കാര്യം ക്ലിയർ ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. പക്ഷെ ഈ ധൈര്യം എത്രത്തോളം വീട്ടുകാർക്ക് കൺവിൻസ്ഡ് ആവില്ലല്ലോ. അവർക്ക് ഇനി ഇത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പം അത് കുറച്ചൊന്ന് കടന്നു പോവാനായിട്ട് ഈസ്റ്റർ എന്ന് വെച്ചാൽ ആ ഒരു വലിയ ആഴ്ച ഉണ്ടല്ലോ, ദുഃഖവെള്ളി, പെസഹവ്യാഴത്തിന് ഞാൻ പള്ളിയിൽ പോയി വന്നപ്പോഴാണ് വീട്ടിൽ നിറച്ചും ചാനലുകാര്. അപ്പൊ എനിക്ക് മനസ്സിലായി തുടങ്ങി. അപ്പൊ ഞാൻ കേൾക്കുന്നു അതേ ചാടി അറിഞ്ഞു, എനിക്കറിയാൻ പാടില്ല, അതും ഇത് തമ്മിൽ ഒരു ബന്ധമില്ലാന്ന് ഞാൻ പറഞ്ഞു. അതിന് പുറമെ ലീക്കായി എന്ന് പറയുന്നു. പിന്നെ ഞാൻ മിണ്ടിയില്ലെങ്കിലാണ് പിന്നെ പ്രശ്നമാവുക. അപ്പൊ ഞാൻ മിണ്ടിയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ലെവലിലോട്ട് പോയി. അങ്ങനെ ദുഃഖവെള്ളി നല്ല ദുഃഖമായിരുന്നു. പിന്നെ ഉയർപ്പോടെ സെറ്റായി, ഏകദേശം സെറ്റായല്ലേ? അപ്പൊ യേശുക്രിസ്തുവിന്റെ പാതയിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നത്. അല്ല, IC മീറ്റിങ്ങോടെയാണ് നമ്മളൊന്ന് കാം ഡൗൺ ആയത്. IC മീറ്റിങ്ങോടെ നമ്മൾ സംസാരിച്ചത്. എനിക്ക് എന്തൊക്കെയാ അവിടെ നടന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ മീറ്റിങ്ങോടെയാണ് ഒരു ധാരണയിൽ എത്തിയത്. ആഫ്റ്റർ ദാറ്റ് ഒന്ന് കാമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം വീട്ടിൽ അപ്പച്ചനോ അമ്മച്ചിയോ ആരെങ്കിലും പറഞ്ഞ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ, നിങ്ങൾ പേടിക്കണ്ട, ടെൻഷൻ അടിക്കണ്ട, ഇതിന്റെ ഭാഗമാണ്? അതെനിക്ക് അങ്ങനെ എന്ന് വെച്ചാൽ ഒരു
ഇന്റർവ്യൂല് ഹി ഡോണ്ട് നോ എനിത്തിങ് ദാറ്റ് ഐ നോ. പക്ഷെ നമ്മുടെ കുറച്ച് പേര് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനും കണ്ടു, ഐ കാൺ ബ്ലെയിം ദം. അവർക്ക് എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ സിനിമയുടെയും കൂടെ കാര്യം നോക്കണം. അപ്പൊ അങ്ങനെ ബ്ലെയിം ചെയ്തപ്പോ മമ്മി പെട്ടെന്ന് അത് കേട്ടപ്പോഴത്തേക്കിനും അപ്പൊ ഇത്രയും പറഞ്ഞൊക്കെ കള്ളായിരുന്നു എന്ന് എന്നോട് ഒന്ന് ചോദിച്ചു. ഞാൻ അവിടെ തകർന്നു പോയി, അമ്മ അവിടെ തകർന്നു പോയി, അപ്പച്ചനും അവിടെ തകർന്നു പോയി. എന്നുവെച്ചാൽ ഇത്രയും നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് റിയാലിറ്റിയാണ് ടി വിയിൽ പറയുന്നത്. അപ്പൊ ഇറ്റ്സ് ലൈക്ക് എനിക്ക് കുഴപ്പമില്ല, എനിക്ക് അറിയാം സത്യം എന്താണെന്ന് അറിയാം. പക്ഷെ അവര് റിസീവ് ചെയ്തിരിക്കുന്ന രീതി പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കിനും മൈ ഗോഡ് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് ഡൗൺ ആയതായിരുന്നു. പിന്നെ അപ്പൊ തന്നെ അപ്പച്ചൻ വന്ന് പറഞ്ഞു, രജിൻ ചേട്ടൻ സംസാരിച്ചു, റൈറ്റർ സംസാരിച്ചു, അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം അപ്പച്ചൻ വന്ന് പറഞ്ഞു ഞാനുണ്ട് കേട്ടോ കൂടെ, എന്തിനും ഞാനുണ്ട് കേട്ടോ കൂടെ എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പേടിക്കാനല്ലേ. യു ഹാവ് സീൻ ഹർ ആക്ടിങ് ആൻഡ് ഇറ്റ്സ് ബീൻ ക്വൈറ്റ് സം ഡേയ്സ് സിൻസ് യു ആർ വിത്ത് ഹർ. ടെൽ മീ വൺ ഗുഡ് ക്വാളിറ്റി ദാറ്റ് യു നോട്ടീസ്ഡ് ഇൻ ഹർ. ഗുഡ് ക്വാളിറ്റി. ചിലപ്പോ നായികക്ക് അല്ലെങ്കിൽ നമ്മുടെ വിൻസിക്ക് ചോദിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വിഷമം ഞാൻ തീർത്തു തരാം. എനിക്ക് ആ വിഷമം nothing simply. So she's like frank. That is a good thing. Though sometimes I also felt like little angry and irritated, but it is right. At least she's saying whatever it is. It's not playing some politics or something like that. And other than that, acting wise, I really liked very much. Vincy, Shaheen, Deepak, Everybody. acting like. What was the first reaction that you had when you came to know about all these controversies and issues and everything that is spreading like wildfire? What was that first reaction that you have? You were depressed, you were tense, you didn't know. I didn't know it was wildfire. Then everyone was calling and then I was like, oh, see what, some issues will come. Then I just left it. Then I am getting calls from the associations, film chamber, producer associations, this all. Then you're like, oh, I think it is serious. I think it is serious. Then they're like, okay, tell me what is happening, because even the I think in one of the media they said like, initially when the call, even you asked a question, right? It will affect a movie. You didn't think, but she was trying to protect the movie. Correct, very much. But slowly someone someone released that thing. And then she got angry also for that. Someone released that she thing was because irritated. of that too. Correct. And then they started blaming the production producer. This is not safe. They are trying to cover this. Like, what is? I didn't even know anything. Like literally, she also know. Like I didn't know anything about these things because of one thing, language barrier. Second thing is until producer they don't bring lot of things. Lot of things will be done there itself. Even our production team also will suppress some issues there itself. So I didn't get it. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ അതിനിടയ്ക്ക് സ്വാസിക പറയുകയും ചെയ്താൽ ഞങ്ങൾക്ക് അവിടെ വെച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പൊ ഇത് മൊത്തത്തിൽ ഇത് എന്ത് പറയുന്നതൊക്കെ കോൺട്രഡിക്ടറി ആയില്ലേ എന്നുള്ളൊരു തോന്നൽ വന്നോ? ഇല്ല, കാരണം ഇപ്പം മലാപാർവതി ചേച്ചി പറഞ്ഞു, ചേച്ചിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല, സ്വാസികയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം നമ്മൾ ബാക്കിയുള്ളവർ എന്ത് പറയണോന്നുള്ളത് നോക്കണ്ടല്ലോ. എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അവിടെ കൂട്ടത്തിലുള്ള വേറൊരാൾക്കും കൂടി ഉണ്ടായിട്ടുണ്ട്. അത് രണ്ടും മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി. അത് ഇപ്പോഴും ട്രൂത്ത് ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഹി ഡിഡ്ന്റ് ഡിനൈഡ് എനിത്തിങ്. സോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി പറയുകയാണെങ്കിൽ നമുക്കൊന്ന് പേടിക്കണം. അതെ. വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദിസ് കോൺട്രവേഴ്സി. വാട്ട് ഈസ് ദ കറന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഇഷ്യൂ? പറയാൻ പറ്റില്ല. അങ്ങനെയുണ്ടോ? IC meeting കഴിഞ്ഞിരിക്കുകയാണ്. IC team. So I just want to give a little update on this thing. So when IC has taken the complaint, so they have to go through like so much of what do you call it, inquiry. So there are like more than 180 to 200 people on the set. So they need to find out what these things, and they need to provide a report of 150 to 200 pages, like how the other organizations has given. So that is mandatory. So that things cannot come in 1 week or 10 days or something. So they take time, and also they are like, it is new to whole Kerala and for them too. So they are finding out, they are talking to the judges and all that. No one can intervene like
even producer. No one can intervene. It's a criminal crime to intervene in this inquiry. ഒരു മലയാളം ആക്ടറിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം. അതടക്കമുള്ള അംഗീകാരങ്ങളെല്ലാം നേടിയ ആളാണ്. അതിനുശേഷം മിൻസിക്ക് ഉണ്ടായ ഏറ്റവും സന്തോഷം നൽകിയ ഒരു നിമിഷം എന്താണ്? അതിനുശേഷം സിനിമയിലാണോ? ആ, സിനിമയിലാകാം, ജീവിതത്തിലാകാം, എന്തിലും. ലൈഫിൽ ഏറ്റവും അങ്ങനെ ഭയങ്കര സന്തോഷമുള്ള പരിപാടികളൊന്നുമില്ല. അന്നത്തെ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഞാൻ അന്നത്തെ ഇങ്ങനെ ബൈറ്റുകളൊക്കെ വിൻസ് കൊടുത്തത് കാണാറുണ്ട്. അവാർഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചന് മമ്മൂക്കയെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതിനുശേഷം മമ്മൂക്ക പറഞ്ഞതുപോലെ WINC എന്നാക്കുകയും ചെയ്തു വിൻസി പേര്. ആക്ച്വലി ഒരു തിരുത്തുണ്ട്. ആണോ? അത് മമ്മൂക്കയല്ല, വേറെ ആരോ ആയിരുന്നു. എക്സ്ക്ലൂസീവ്. അത് വേറെ ആരുമായിരുന്നു. പക്ഷെ എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടു. അതെ, അത് മമ്മൂക്കയല്ല, മറ്റാരോ ആയിരുന്നു. പക്ഷെ അത് ആരാണെങ്കിലും ഞാൻ ചോദിച്ചു അത് മമ്മൂക്കന്റെ നമ്പറാന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന ഒരാൾ തന്നതാ. ഞാൻ മെസ്സേജ് അയച്ചപ്പോ ഹായ് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞപ്പോ ഹായ് മമ്മൂക്ക തന്നെയല്ലേ അത് വിൻസി അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ വിളിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ ട്രൂ കോളറിൽ നോക്കിയപ്പോൾ മമ്മൂക്ക, പേര് മമ്മൂക്ക. അപ്പൊ അവിടെ കിടക്കട്ടെ. അപ്പൊ മമ്മൂക്ക അപ്പൊ തന്നെ ഞാനിട്ട് അടിച്ചിറക്കിയില്ല എന്റെ പേര് മാറ്റി. പക്ഷെ അല്ല, അത് ഫസ്റ്റ് വന്നത് മനോരമയിലായിരുന്നു. ജസ്റ്റ് ഫസ്റ്റ് വന്നത് വിൻസി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടില് ഈ അവാർഡ് കിട്ടിയ സമയത്ത്. അപ്പോഴേ എനിക്ക് അതിനു മുന്നേയും എനിക്ക് ഈ ഒരു പേരിന്റെ ഇങ്ങനെ ഒരു അർത്ഥമായി കാണണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് മമ്മൂക്കയും കൂടി ആയപ്പോ പിന്നെയാണ് കുറെ കാലത്തിന് ശേഷം ഫിലിം ഫെയർ അവാർഡിന്റെ വേദിയിൽ വെച്ചിട്ട് മമ്മൂക്ക, ഞാൻ മൈക്കിൽ പറഞ്ഞു മമ്മൂക്ക കാരണമാണ് എന്റെ പേര് ഞാൻ മാറ്റി. ഞാനോ? എന്റെ പേര് വേണമെങ്കിൽ ജോർജ് ചേട്ടനോട് ചോദിച്ചാൽ അല്ല പേരല്ല നമ്പർ വേണമെങ്കിൽ ജോർജ് ചേട്ടനോട് ചോദിച്ചാൽ മതി. അപ്പൊ മമ്മൂക്കല്ല എനിക്ക് അല്ല. ഓക്കെ ശരി എന്താ. അതെ അതെ, ഞാൻ ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മമ്മൂക്കല്ല. പക്ഷെ അതാരാണെങ്കിലും താങ്ക് യു. അപ്പൊ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാറുന്നില്ല? ഇത് വിളിച്ചാൽ കിട്ടത്തില്ല. അത് അങ്ങനത്തെ ഒരു നമ്പറാ. അങ്ങനെയുണ്ടോ? പ്രൈവറ്റ് നമ്പർ എന്നൊക്കെ പറയണ പോലെ. അല്ല, വിളിച്ചാൽ കണക്ട് ആവത്തില്ല. മനസ്സിലായി. അങ്ങനെ ഏതായാലും സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമയിലേക്ക് വന്നു. ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേരിട്ട എന്താന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നു? ഇല്ല. അതെന്താ? Why did you put the name? Why such a particular name to this movie? It is like different name. Initially, I asked the question like, why you have put the director has put the name. Director and the writer has decided to put the name. I asked, what is this? So is it like regularly used? No, it was like it was not used very much in a regular thing, but it's a formula. So it's like it's a formula to catch something or this thing. So here we have students, which is connected to the maths formula, and also the police have used this thing. So it's a mixture of I have mentioned that in other interview. So the environment will be like very cute, where in a police station there are students learning the maths tuition. So the students are like very innocent creatures. They don't know anything about crime and all these things. And on the other side, all the criminals are in the jail, right? So the police are the people in between to manage these and these people. So that environment looks so cute initially. That is the thing which I liked in the movie, so I accepted it. Slowly it moves into the thriller point. ഞാൻ എപ്പോഴും മിൻസിയുടെ സിനിമകളൊക്കെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും മിൻസി വളരെ പെർട്ടിക്കുലർ ആണ് സിനിമകൾ ചൂസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും പ്രാധാന്യമുള്ള, നമ്മുടെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ള റോളുകൾ മാത്രം അങ്ങനെ വളരെ കോൺഷ്യസ് ആയി ചെയ്യുന്നതാണോ, അതോ അത്തരം റോളുകൾ മാത്രമാണോ മിൻസിയിലേക്ക് വരുന്നത്? അല്ല, ഒന്നാമത്തേത് നമുക്ക് വരുന്ന സിനിമകളിൽ നിന്ന് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തേത് നമ്മളുടെ ഓരോ വരുന്ന സിനിമയുടെ സമയത്ത് മെന്റാലിറ്റി പോലെ ഇരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് സ്ക്രീൻ സ്പേസ് എന്നല്ല, വാലിഡ് ആയിട്ടുള്ള ഒരു മൂവിനെ എടുത്ത് നോക്കുമ്പം വാലിഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് അങ്ങനത്തെ വരുമ്പോൾ അത് ചെയ്യുന്നത്. അങ്ങനെയാണ്. അങ്ങനെ ഏതെങ്കിലും നോ പറഞ്ഞ സിനിമകളെ കുറിച്ച് പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റിഗ്രറ്റ് എന്ന് വെച്ചാൽ ആ പറയുന്ന സമയത്ത്, ഒരു നോ പറയുന്ന സമയത്ത് അതിന്റെ റൈറ്റ് ചോയ്സ് ആയിരുന്നു, ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പിന്നീട് മേ ബി കുറെ കാലങ്ങൾ ചേച്ചി അതിന്റെ സക്സസ് ഒക്കെ കാണുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നുമായിരുന്നു അപ്പൊ വൈ ഞാൻ അന്ന് നോ പറഞ്ഞു. ഇപ്പൊ രേഖ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വന്നത് വേറൊരാള് നോ പറഞ്ഞിട്ടാണ്. ഓ അത് ശരി. അപ്പം നമ്മൾ ചിന്തിക്കല്ലോ, അത്
എന്തുകൊണ്ടായിരിക്കും എന്നാലും അത് നോ പറയാം. അതേപോലെ ഇപ്പം ഞാൻ നോ പറഞ്ഞ സിനിമ അത് ആ ക്യാരക്ടർ വേറെ ആൾ ചെയ്തത് ഭയങ്കര വേറെ ഒരു ലെവലിലോട്ട് എത്തിച്ച ഇൻസിഡന്റ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും, റീതിങ്ക് ചെയ്യും. അപ്പം നമുക്ക് ചിലപ്പോൾ തോന്നും ആ മൂവിയുടെ സക്സസ് കാണുമ്പോൾ തോന്നും ചെറിയൊരു റിഗ്രറ്റ് ഒക്കെ ഇങ്ങനെ അടിക്കും. ഓ ഞാൻ മിസ് ചെയ്ത സിനിമയാണ്, ഞാൻ വേണ്ടാന്ന് വെച്ച സിനിമയാണ്. അത് ശരിയാ. എനിക്ക് കുറെ വർഷങ്ങൾക്ക് മുൻപുള്ള വിൻസിയുടെ ഇന്റർവ്യൂ, നായികയുടെ സമയത്തെടുത്ത ഇന്റർവ്യൂ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ആ സമയത്ത് പറയായിരുന്നു കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയും ഉള്ള ഒരു കുടുംബമാണെന്ന്. അവിടെ നിന്ന് അവരൊക്കെ ഭയങ്കരമായിട്ട് ലിബറൽ ആയല്ലേ, കുറച്ചധികം. രേഖയായിരുന്നു മേജർ ടേണിംഗ് പോയിന്റ്. അത് കഴിഞ്ഞ് ഇപ്പം ഓരോന്നോരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ടല്ലേ. അപ്പം അല്ല, അവർ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരു മൂവിയുടെ സെറ്റിൽ നമുക്ക് ഒരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തുകയോ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഐ വാസ് ഓൾസോ കൺഫ്യൂസ്ഡ്, ഈ മൂവിയിൽ ഇനി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത്. ദേ വർ വെരി സ്ട്രോങ്. ഒരു കോൺട്രാക്റ്റുള്ള സിനിമയിൽ നീ നിൽക്കണ്ട, നീ എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് പോര്. അപ്പം എനിക്കും അതൊരു കാരണം നമ്മൾ വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് പോകും. അതിൽ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നീ തിരിച്ചങ്ങോട്ട് വാ, നിനക്ക് ഇവിടെ ഒരു വീടുണ്ട് എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ആണ് അവർ തരുന്നത്. ഇറ്റ്സ് ലൈക്ക് മൂവി പോവാണെ പോട്ടെ, പക്ഷെ നീ ഒന്നിനു വേണ്ടിയും കോംപ്രമൈസ് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ധൈര്യമുണ്ട്. പക്ഷെ അത്ര ധൈര്യം ഈ കോൺട്രവേഴ്സിൽ ഉണ്ടായിരുന്നില്ല. ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ ഈ സിനിമാ താരങ്ങളുടെ ഒക്കെ ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേക്കും എല്ലാവരും അവരുടെ ഒരു കോസ്റ്റ്യൂമിലും അല്ലെങ്കിൽ അവരുടെ മേക്കപ്പിലും ഒക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അങ്ങനെ അല്ലാതെ ഞാൻ കണ്ടേക്കുന്ന വളരെ അപൂർവം രണ്ടുപേരിൽ ഒരാളാണ്, ഒന്ന് വിൻസി, ഒന്ന് ധ്യാൻ ശ്രീനിവാസനുമാണ്. നിങ്ങൾ രണ്ടുപേർക്കും ഒരു വിഷയവും ഇല്ല, ഞങ്ങൾ എങ്ങനെയാണ് ഇരുന്നാലും ഒരു പ്രശ്നവും ഇല്ല. എവിടെ നിന്നാണ് ആ കോൺഫിഡൻസ് കിട്ടുന്നത്? എനിക്ക് മേക്കപ്പിനൊന്നും ഒരു ആവശ്യമില്ല, ഒരു ലിപ്സ്റ്റിക് പോലും ഇല്ല, എനിക്കാണെങ്കിൽ ഇതൊന്നും ഇല്ല, പുറത്തേക്ക് ഇറങ്ങാൻ പോലുള്ള ധൈര്യം ഇല്ല. ചില സമയത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇടണം തോന്നിയാൽ ഞാനിടും. ഇപ്പം എനിക്കിടാൻ തോന്നില്ല, കാരണം എന്നുവെച്ചാൽ ഉള്ളതുള്ള പോലെ ഇപ്പം ഉള്ളതുള്ള പോലെ എല്ലാതും അറിയുന്നുണ്ട് നാട്ടുകാർ. പിന്നെ അവിടെ ഒരു മാസ്ക് ഇട്ടിട്ട് ഇരിക്കണ്ടല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക്. അത് ഓരോരുത്തരെയും ഡിഫറെന്റ് ആയിരിക്കാം. ചിലർ മേക്കപ്പ് യൂസ് ചെയ്യുന്നത് അവരുടെ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം. എനിക്ക് അത് ചെയ്യേണ്ടി വരുന്നില്ല. നാച്ചുറൽ ബ്യൂട്ടി, ബ്യൂട്ടീഷ്യന്റെ ആവശ്യമില്ല. Almost Kerala girls are natural beauty. Oh really? Tell me another girl that you notice with so much natural beauty. Another Kerala actress girl. I have acted with Gayatri. Gayatri. Sure. Yeah. And how was the experience with her? She's very active. She's very, very active. She's very active. I liked acting with her. After all the issues and everything, all the controversies, everything is over and the movie is coming to theaters. And what is the producers feel right now? Are you confused? Are you tensed? Are you happy? Are you nervous? What is that feeling? So definitely I'm tensed because see, this is like an exam. So the result will be given by audience. So definitely we have given our best. We have tried to give our best, and the movie, I can say for sure, the guarantee is like you coming out of the theaters, you will feel like we have watched a very good movie. Very good movie. That feel will be definitely there, and that relaxation out of your daily job, definitely you'll get from this thing. That I can guarantee. That I can guarantee. Very, very good movies are coming out, and if they are not releasing it in Telugu, what Telugu or Tamil or Malayalam, they are losing the money of theaters. At least 1-2 CR they are losing it, and then they are giving it to OTT for very less amount. It is, they won't even. ഒരു പ്രൊഡ്യൂസറുടെ രോദനല്ലേ കേൾക്കുന്നത്? എനിക്ക് രോദനത്തിനൊക്കെ അത് ഇംഗ്ലീഷ് പദ്ധതി പറയുക. Producers cry, we could hear. Cry, obviously. So I'm little tensed about it. But it's okay. See, she is very confident. നിങ്ങൾ കറക്റ്റ് Come back with new movies to Malayalam cinema. Definitely. There are like good movies we were discussing. As I told the other, when they came up, they have come with 3 to 4 stories, and the other 2 of them were like, I really liked it because this is moving fast. We have to start this one. But the Can we ensure that Vinci will also be in those movies? ഞാനൊരു സ്ഥലം തരാം.
Definitely. കേട്ടോ പുള്ളി മനസ്സിൽ പറയുന്നത് ഒന്നിന്റെ Ah, ക്ഷീണം no. തീർന്നിട്ടില്ല. No, I was not thinking inside that, but I was thinking that that's not my choice. The director, you know, right? Did I choose you? Director mostly. See, 90% of the. You don't have to clarify or justify or anything of that sort. We hear you, what? 90% of the director they don't even listen to the producer. They only need money. Producers money. അതാണ്. അത് ഏതായാലും സൂത്രഭാഗ്യം മെയ് അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിനിമ വിജയമാകട്ടെ. വിൻസിക്ക് കൂടുതൽ നല്ല സിനിമകളിലേക്ക് അഭിനയിക്കാനുള്ള ഒരു ഭാഗമാകട്ടെ. പ്രൊഡ്യൂസറിന് വീണ്ടും വീണ്ടും സിനിമകളുമായി മലയാളത്തിലേക്ക് വരാൻ സാധിക്കട്ടെ. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you very much. Thank you. Na, 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 na.